ഓം ശാന്തി 17-10-2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഏതുപോലെയാണോ ബാബ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സുഖത്തിന്റെ സമ്പത്ത് നൽകുന്നത്, അതുപോലെ താങ്കൾ കുട്ടികളും ബാബയുടെ സഹായിയാകൂ, പ്രീതബുദ്ധിയാകൂ. ഒരിക്കലും ദുഃഖം നൽകുന്നതിന്റെ ചിന്ത പോലും വരരുത്. ചോദ്യം: നിങ്ങൾ രൂപബസന്തായ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? നിങ്ങൾക്ക് ബാബയുടെ ഏതെല്ലാം ശിക്ഷണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? ഉത്തരം: നിങ്ങൾ രൂപബസന്തായ കുട്ടികളുടെ കർത്തവ്യമാണ് വായിലൂടെ സദാ രത്നം പൊഴിക്കുക. നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും കല്ല് വരരുത്. സർവ കുട്ടികൾക്കുമുള്ള ബാബയുടെ ശിക്ഷണമാണ്: 1. ഒരിക്കലും പരസ്പരം ശല്യപ്പെടുത്തരുത്, ദേഷ്യപ്പെടരുത്. ഇത് ആസുരീയ മനുഷ്യരുടെ ജോലിയാണ്. 2. മനസ്സിൽ പോലും ആർക്കും ദുഃഖം നൽകുന്നതിന്റെ ചിന്ത വരരുത്. 3. നിന്ദാസ്തുതി, മാനം, അപമാനം എല്ലാം തന്നെ സഹിക്കണം. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശാന്തമായി ഇരിക്കണം. നിയമം കയ്യിലെടുക്കരുത്. ഗീതം: നീ സ്നേഹത്തിന്റെ സാഗരമാണ്. ഓം ശാന്തി. ജ്ഞാനവും അജ്ഞാനവും. നിങ്ങൾ കുട്ടികളിൽ ഇപ്പോൾ ജ്ഞാനമുണ്ട്. ഭക്തർ ആരുടെ മഹിമയാണോ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ആരാണോ ഇവിടെ ഇരിക്കുന്നത്, ആ നിങ്ങൾ ആരുടെ മഹിമയാണ് കേൾക്കുന്നത്. രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. അവരാണെങ്കിൽ വെറുതെ അങ്ങനെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. അത്രയും സ്നേഹമില്ല. എന്തുകൊണ്ടെന്നാൽ തിരിച്ചറിവില്ല. നിങ്ങൾക്ക് ബാബ തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. ഞാൻ സ്നേഹത്തിന്റെ സാഗരനാണ്, നിങ്ങളെയും സ്നേഹത്തിന്റെ സാഗരമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ സാഗരനായ ബാബയെ എല്ലാവർക്കും വളരെ പ്രിയമാണ്. വൈകുണ്ഠത്തിലും എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. അത് നിങ്ങൾ ഇവിടെ പഠിക്കുകയാണ്. ആരോടും വിരോധമുണ്ടായിരിക്കരുത്. അവരെയാണ് ബാബ ഉപ്പുവെള്ളമെന്ന് പറയുന്നത്. ഉള്ളിൽ ആരോടും വെറുപ്പ് ഉണ്ടായിരിക്കരുത്. ദേഷ്യപ്പെടുന്നത് കലിയുഗി നരകവാസികളാണ്. അറിയാം, നമ്മൾ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. ശാന്തിധാമത്തിലാണെങ്കിൽ സഹോദര സഹോദരങ്ങളാണ്. എപ്പോൾ ഇവിടെ ഈ കർമ്മക്ഷേത്രത്തിൽ പാർട്ടഭിനയിക്കുന്നോ, അപ്പോൾ സഹോദരീ സഹോദരന്മാരാണ്. ഈശ്വരീയ സന്താനങ്ങളാണ്. ഈശ്വരന്റെ മഹിമയാണ്. അവിടുന്ന് ജ്ഞാനത്തിന്റെ സാഗരമാണ്, പ്രേമത്തിന്റെ സാഗരമാണ്. അതായത് എല്ലാവർക്കും സുഖം നൽകുന്നു. നിങ്ങൾ എല്ലാവരും ഹൃദയത്തോട് ചോദിക്കൂ, ഏതുപോലെയാണോ ബാബ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സുഖം നൽകുന്നത്, അതുപോലെ ഞാനും ആ കർത്തവ്യം ചെയ്യുന്നുണ്ടോ? അഥവാ ബാബയുടെ സഹായി ആകുന്നില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ, പരസ്പരം സ്നേഹമില്ലെങ്കിൽ, വിപരീത ബുദ്ധിയായി കഴിയുകയാണെങ്കിൽ നാശമുണ്ടാകുന്നു. വിപരീത ബുദ്ധിയാകുക അസുരന്മാരുടെ ജോലിയാണ്. സ്വയം ഈശ്വരീയ സമ്പ്രദായി എന്ന് പറഞ്ഞ് പിന്നീട് മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്നവരെ അസുരന്മാരെന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾ ആർക്കും ദുഃഖം നൽകരുത്. നിങ്ങൾ ദുഃഖഹർത്ത സുഖകർത്താവായ ബാബയുടെ കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതിന്റെ ചിന്ത പോലും വരരുത്. ദുഃഖം നൽകുന്നവർ ആസുരീയ സമ്പ്രദായികൾ തന്നെയാണ്, അല്ലാതെ ഈശ്വരീയ സമ്പ്രദായികളല്ല. എന്തുകൊണ്ടെന്നാൽ ദേഹ അഭിമാനികളാണ്. അവർക്കൊരിക്കലും ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കാൻ സാധിക്കില്ല. ഓർമ്മയുടെ യാത്ര കൂടാതെ മംഗളം ഉണ്ടാകുകയില്ല. സമ്പത്ത് നൽകുന്ന ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. എങ്കിൽ വികർമ്മം വിനാശമാകും. പകുതിക്കൽപ്പം മറ്റുള്ളവർക്ക് ദുഃഖം നൽകിയാണ് വന്നത്. പരസ്പരം വഴക്കടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരെ ആസുരീയത്തിൽ ഉൾപ്പെടുത്തുന്നു.
പുരുഷാർത്ഥിയായാലും ഏതുവരെ ദുഃഖം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാനാണ് തന്റെ ചാർട്ട് വെക്കൂ എന്ന് ബാബ പറയുന്നത്. ചാർട്ട് വെക്കുന്നതിലൂടെ അറിയാൻ സാധിക്കും എന്റെ രജിസ്റ്റർ ശരിയാകുന്നുണ്ടോ അതോ അതേ ഈശ്വരീയ പെരുമാറ്റം തന്നെയാണോ. ബാബ സദാ പറയുന്നു, ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. നിന്ദാസ്തുതി, മാനം അപമാനം, ചൂട് തണുപ്പ് എല്ലാം സഹിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശാന്തമായി ഇരിക്കണം. അല്ലാതെ അതിന് 2 വാക്ക് കൂടുതൽ പറയുക, അങ്ങനെ ആകരുത്. ആരെങ്കിലും ആർക്കെങ്കിലും ദുഃഖം നൽകുകയാണെങ്കിൽ ബാബ മനസ്സിലാക്കി കൊടുക്കില്ലേ? കുട്ടികൾക്ക് കുട്ടികളോട് പറയാൻ സാധിക്കില്ല. നിയമം കയ്യിലെടുക്കരുത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ബാബയുടെ അടുത്ത് വരണം. ഗവൺമെന്റിൽ പോലും നിയമമുണ്ട്. ആർക്കും ആരെയും കൈകൊണ്ടടിക്കാൻ പോലും സാധിക്കില്ല. പരാതിപ്പെടാൻ സാധിക്കും. നിയമമെടുക്കുക സർക്കാരിന്റെ ജോലിയാണ്. നിങ്ങളും ഗവൺമെന്റിന്റെ അടുത്ത് പോകൂ. നിയമം കയ്യിലെടുക്കരുത്. ഇതാണെങ്കിൽ നമ്മുടെ വീടാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ദിവസവും കച്ചേരി ചേരൂ. ശിവബാബ ആജ്ഞ നൽകുകയാണ്. ഇതുപോലും മനസ്സിലാക്കുന്നില്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും മനസ്സിലാക്കൂ, ശിവബാബയാണ് കേൾപ്പിക്കുന്നത്. ബ്രഹ്മാവാണ് കേൾപ്പിക്കുന്നതെന്ന് കരുതരുത്. എല്ലായ്പ്പോഴും ശിവബാബയെന്ന് തന്നെ മനസ്സിലാക്കൂ. എങ്കിൽ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നതിന് വേണ്ടി ശിവബാബ എടുത്ത രഥമാണ്. സതോ പ്രധാനമാകുന്നതിനുള്ള വഴി ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ആ ബാബ ഗുപ്തമാണ്, നിങ്ങൾ പ്രത്യക്ഷമാണ്. എന്ത് നിർദ്ദേശം വന്നാലും മനസ്സിലാക്കൂ, ശിവബാബയുടേതാണ്. എങ്കിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. നിങ്ങൾ ബാബ ബാബ എന്ന് ശിവനെ തന്നെയാണ് പറയുന്നത്. സമ്പത്തും ശിവബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ബാബയോട് എത്ര ആദരവോടും കുലീനവുമായി ഇരിക്കണം. നിങ്ങൾ ബാബയോട് ലക്ഷ്മി നാരായണനാകുമെന്നല്ലേ പറയുന്നത്. എന്നിട്ട് സെക്കൻഡും തേർഡും ആകുന്നു. സൂര്യവംശിയായില്ലെങ്കിൽ ചന്ദ്രവംശിയാകും. ഞങ്ങൾ ദാസദാസിയാകാം. അങ്ങനെയല്ല. പ്രജയാകുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ദൈവിക ഗുണം ധാരണ ചെയ്യണം. ആസുരീയ പെരുമാറ്റം ഉണ്ടായിരിക്കരുത്. നിശ്ചയമില്ലെങ്കിൽ പിന്നീട് ഇരുന്നിരുന്ന് ഇങ്ങനെ പറയും, ഇദ്ദേഹത്തിൽ ശിവ് ബാബ വരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. മായയുടെ കൊടുങ്കാറ്റ് വരുന്നതിലൂടെ പരസ്പരം ഇങ്ങനെ പറയുന്നു. ആസുരീയ സ്വഭാവമുള്ളവർ പരസ്പരം ചേർന്നാൽ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. ആസുരീയ കാര്യങ്ങൾ തന്നെ വായിൽ നിന്നും വരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവ് രൂപ് ബസന്താകുന്നു. നിങ്ങളുടെ വായിലൂടെ രത്നം മാത്രം വരണം. അഥവാ കല്ല് വരുന്നുണ്ടെങ്കിൽ അർത്ഥം ആസുരീയ ബുദ്ധിയാണ്. ഗീതവും കുട്ടികൾ കേട്ടു. കുട്ടികൾ പറയുന്നു, ബാബ സ്നേഹത്തിന്റെ സാഗരം, സുഖത്തിന്റെ സാഗരമാണ്. ശിവബാബയുടെ തന്നെ മഹിമയാണ്. ബാബ പറയുന്നു, നിങ്ങൾ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിൽ വളരെ നല്ല നല്ല കുട്ടികൾ തോറ്റുപോകുന്നു. ദേഹി അഭിമാനി സ്ഥിതിയിൽ ഉറയ്ക്കാൻ സാധിക്കുന്നില്ല. ദേഹി അഭിമാനി ആകണം. അപ്പോഴേ ഇത്രയും ഉയർന്ന പദവി നേടൂ. പല കുട്ടികളും വ്യർത്ഥമായ കാര്യങ്ങളിൽ വളരെ സമയം പാഴാക്കുന്നു. ജ്ഞാനത്തിന്റെ കാര്യങ്ങളെ ബോധത്തിൽ വരുന്നില്ല. ഇങ്ങനെയും ചൊല്ലുണ്ട്, വീട്ടിലെ ഗംഗയ്ക്ക് മഹത്വം വെക്കാറില്ല എന്ന്. വീട്ടിലെ വസ്തുവിന് ഇത്രയും മഹത്വം നൽകുന്നില്ല. കൃഷ്ണന്റെ വിഗ്രഹം വീട്ടിലുണ്ട്, പിന്നെന്തിനാണ് ശ്രീനാഥിലേക്കെല്ലാം ഇത്രയും ദൂരെ ദൂരേക്ക് പോകുന്നത്? ശിവന്റെ ക്ഷേത്രത്തിലാണെങ്കിലും കല്ലിന്റെ തന്നെ ലിംഗങ്ങളാണ്. കല്ല് പർവ്വതത്തിൽ നിന്നാണ് വരുന്നത്. അത് ഉരുണ്ടുരുണ്ട് ലിംഗമായി തീരുന്നു. അതിൽ തന്നെ ചില കല്ലുകളിൽ സ്വർണവും അടങ്ങിയിട്ടുണ്ടായിരിക്കും. പറയാറുണ്ട്, കൈലാസ പർവ്വതം സ്വർണത്തിന്റേതാണ്.
സ്വർണം പർവ്വതങ്ങളിൽ നിന്നല്ലേ ലഭിക്കുന്നത്. അതുകൊണ്ട് അല്പാൽപം സ്വർണം കലർന്ന കല്ലും ഉണ്ട്. അത് പിന്നീട് വളരെ നല്ല നല്ല ഗോളാകൃതിയാകുന്നു. അതാണ് പിന്നീട് വിൽക്കുന്നത്. മാർബിളിന്റേതും വിശേഷിച്ചും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിങ്ങളിപ്പോൾ ഭക്തി മാർഗത്തിലുള്ളവരോട് എന്തിനാണ് നിങ്ങൾ പുറമെ ഇത്രയും അലയുന്നത് എന്ന് പറഞ്ഞാൽ കാര്യം വഷളാകും. ബാബ സ്വയം പറയുകയാണ്, നിങ്ങൾ കുട്ടികൾ ധാരാളം പണം പാഴാക്കിയിട്ടുണ്ട്. നിങ്ങൾ കബളിപ്പിക്കപ്പെടേണ്ടതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും കളി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചിരിക്കുന്നു. ജ്ഞാനമാണ് സുഖത്തിലേക്കുള്ള വഴി. ജ്ഞാനത്തിലൂടെയാണ് സത്യയുഗത്തിന്റെ രാജപദവി ലഭിക്കുന്നത്. ഈ സമയം രാജാവും റാണിയും അതുപോലെ പ്രജകളും എല്ലാവരും നരകത്തിന്റെ അധികാരികളാണ്. എപ്പോൾ ആരെങ്കിലും മരിക്കുന്നോ അപ്പോൾ പറയുന്നു സ്വർഗവാസിയായി. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ഞങ്ങൾ സ്വർഗവാസിയാകുന്നതിന് വേണ്ടി സ്വർഗം സ്ഥാപിക്കുന്ന ബാബയുടെ അടുത്ത് ഇരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ തുള്ളി ലഭിക്കുന്നു. ജ്ഞാനം അല്പമെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. ബാക്കിയെല്ലാം പുരുഷാർത്ഥത്തിലാണ്. ഗംഗാജലത്തിന്റെ ഒരു കപ്പെങ്കിലും വായിലൊഴിക്കുന്നതിലൂടെ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൊന്ത നിറച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ട് ദിവസവും ഓരോ തുള്ളി വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നു. അപ്പോഴത് ഗംഗാസ്നാനം പോലെയായി. വിദേശത്തേക്ക് പോലും ഗംഗാജലം നിറച്ചുകൊണ്ടു പോകുന്നു. ഇതെല്ലാമാണ് ഭക്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, മായ വളരെ ശക്തിയോടെ പ്രഹരിക്കുന്നു, വികർമ്മം ചെയ്യിക്കുന്നു. അതുകൊണ്ട് കച്ചേരി നടത്തൂ. സ്വയം തന്നെ തന്റെ കോടതി കൂടുന്നത് നല്ലതാണ്. സ്വയം നിങ്ങളാണ് നിങ്ങൾക്ക് രാജ്യതിലകം നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം പരിശോധിക്കണം. തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകണം. ബാബ ശ്രീമതം നൽകുന്നു, ഇങ്ങനെ ചെയ്യൂ. ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ആര് ചെയ്യുന്നോ അവർ നേടും. നിങ്ങൾക്കാണെങ്കിൽ സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകണം. പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചിരിക്കുന്നു. ആ ബാബയുടെ സേവനത്തിൽ സഹായിയാകണം. അന്ധരുടെ ഊന്നുവടിയാകണം. എത്ര കൂടുതലാകുന്നോ അത്രയും തന്റെ തന്നെ മംഗളമുണ്ടാകും. ബാബയെ നിരന്തരം ഓർമ്മിക്കണം. ഉറച്ച് ഒരിടത്ത് തന്നെ ഇരിക്കേണ്ടതില്ല. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മിക്കണം. ട്രെയിനിലും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതായത് ഉയർന്നതിലും ഉയർന്നത് ആരാണ്, അവരെ ഓർമ്മിക്കൂ. സമ്പത്ത് അവരിൽ നിന്ന് മാത്രമാണ് ലഭിക്കുക. ആത്മാവിന് ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്താണ് ലഭിക്കുന്നത്. ആരെങ്കിലും ദാനപുണ്യം ചെയ്യുന്നതിലൂടെ രാജാവിന്റെ അടുത്ത് ജന്മമെടുക്കുന്നു. അതും അല്പകാലത്തേക്കാണ്. സദാ രാജാവാകാൻ സാധിക്കില്ല. എന്നാൽ ബാബ പറയുന്നു, ഇവിടെ 21 ജന്മം ഗ്യാരണ്ടിയാണ്. അവിടെ ഇതറിയില്ല. അതായത് നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്തെടുത്താണ് വന്നിരിക്കുന്നത്. ഈ ജ്ഞാനം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എത്ര നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥം ചെയ്യുന്നില്ലെങ്കിൽ തന്റെ കാലിൽ തന്നെ കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ചാർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പേടിയുണ്ടായിരിക്കും. ചില കുട്ടികൾ എഴുതുന്നുണ്ട്. ബാബ കാണുകയാണെങ്കിൽ എന്തു പറയും? സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബാബ പറയുന്നു, തെറ്റുകൾ ഉപേക്ഷിക്കൂ. ഇല്ലെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. അവസാനം തന്റെ പുരുഷാർത്ഥത്തിന്റെ സാക്ഷാത്കാരം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് വളരെയധികം കരയേണ്ടി വരും. എന്താ, കൽപ്പകൽപ്പം ഈ സമ്പത്ത് ലഭിക്കുമോ? പോയി ദാസനും ദാസിയുമാകും. മുൻപാണെങ്കിൽ സൂക്ഷ്മവതനത്തിൽ കൊണ്ടുപോയി കേൾപ്പിച്ചിരുന്നു, ഇവൾ ദാസിയാണ്,
ഇന്നതാണ് എന്ന്. പിന്നീട് ബാബ അത് നിർത്തിവെച്ചു. അന്തിമത്തിൽ വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. സാക്ഷാത്കാരമില്ലാതെ എങ്ങനെ ശിക്ഷ ലഭിക്കും? നിയമം തന്നെ ഇല്ല. കുട്ടികൾക്ക് വളരെയധികം യുക്തികളും മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ തന്റെ പതിയോട് പറയൂ. ബാബ പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിന്റെ മേൽ വിജയം നേടൂ. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ അധികാരിയാകണോ, അതോ താങ്കൾ കാരണം അപവിത്രമായി നരകത്തിലേക്ക് പോകണോ? വളരെ സ്നേഹത്തോടും നമ്രതയോടും കൂടി മനസ്സിലാക്കി കൊടുക്കൂ. എന്നെ എന്തിനാണ് നരകത്തിലേക്ക് തള്ളിയിടുന്നത്? ഇങ്ങനെ ധാരാളം പെൺമക്കളുണ്ട്. മനസ്സിലാക്കി കൊടുത്ത് അവസാനം പതിയെയും കൊണ്ടുവരുന്നു. പിന്നീട് പതി പറയുന്നു, ഇതെന്റെ ഗുരുവാണ്. ഇവർ എനിക്ക് വളരെ നല്ല വഴി പറഞ്ഞു തന്നു. ബാബയുടെ മുന്നിൽ കാൽക്കൽ പോയി വീഴുന്നു. ഇടയ്ക്ക് ജയവും ഇടയ്ക്ക് പരാജയവും സംഭവിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ വളരെ മധുരമാകണം. ആര് സേവനം ചെയ്യുന്നുവോ അവർ പ്രിയപ്പെട്ടതായിരിക്കും. ഭഗവാനായ ബാബ വന്നിരിക്കുന്നു കുട്ടികളുടെ അടുത്ത്. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കണം. ശ്രീമതത്തിലൂടെ നടക്കാത്തതിനാൽ കൊടുങ്കാറ്റടിക്കുന്നതിലൂടെ വീണുപോകുന്നു. ഇങ്ങനെയുള്ളവരുമുണ്ട്. അവരെ പിന്നെന്തിനു പറ്റും? ഈ പഠിത്തം സാധാരണമായ ഒന്നല്ല. മറ്റ് സത്സംഗങ്ങളിലെല്ലാമുള്ളത് കർണരസമാണ്. അതിലൂടെ അല്പകാലത്തെ സുഖമാണ് ലഭിക്കുന്നത്. ബാബ സുഖശാന്തിയുടെ സാഗരനാണ്. നമുക്കും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കണം. സേവനം ചെയ്യണം, അപ്പോഴാണ് ലഭിക്കുക. അതുകൊണ്ട് ബാഡ്ജ് സദാ ഉണ്ടായിരിക്കണം. നമുക്ക് ഇതുപോലെ സർവഗുണ സമ്പന്നരാകണം. പരിശോധിക്കണം, ഞാൻ ദുഃഖമൊന്നും ആർക്കും നൽകുന്നില്ലല്ലോ. ആസുരീയമായ പെരുമാറ്റമൊന്നും നടത്തുന്നില്ലല്ലോ. മായ ഇങ്ങനെയുള്ള ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. കാര്യമേ പറയണ്ട. നല്ല നല്ല ഗൃഹസ്ഥികളും പറയുന്നു, മായ ഇന്ന വികർമ്മം ചെയ്യിച്ചു. ചിലർ സത്യം പറയുന്നു. ചിലർ സത്യം പറയാത്തതിലൂടെ 100 ഇരട്ടി ശിക്ഷ നേടിയെടുക്കുന്നു. പിന്നീട് ആ ശീലം വളർന്നുകൊണ്ടിരിക്കും. ബാബയെ കേൾപ്പിക്കുകയാണെങ്കിൽ ബാബ ജാഗ്രതപ്പെടുത്തും. ബാബ പറയുന്നു, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്ററിൽ എഴുതുകയും ബാബയോട് പറയുകയും ചെയ്യുകയാണെങ്കിൽ പകുതി സമാപ്തമാകും. കേൾപ്പിക്കാതെ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ശാപം ലഭിക്കുന്നു. പറയാത്തത് കാരണം ഒരു പ്രാവശ്യത്തിനു പകരം 100 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും. ബാബ എത്ര നല്ല നിർദ്ദേശമാണ് നൽകുന്നത്. എന്നാൽ ചിലർക്ക് അല്പം പോലും പ്രഭാവം ഉണ്ടാകുന്നില്ല. തന്റെ ഭാഗ്യത്തെ ചവിട്ടിത്തെറിപ്പിക്കുന്നത് പോലെയാണ്. വളരെ വളരെ നഷ്ടമുണ്ടാക്കുന്നു. അവസാനം എല്ലാവർക്കും സാക്ഷാത്കാരമുണ്ടാകും. ഇന്നതാകും. ക്ലാസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ മാർക്ക് വരാറില്ലേ? ട്രാൻസ്ഫർ ആകുന്നതിന് മുൻപ് റിസൾട്ട് വരുന്നു. നിങ്ങളും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മാർക്ക് വെളിപ്പെടും. വളരെ ഉച്ചത്തിൽ കരയും. പിന്നീട് എന്തു ചെയ്യാൻ സാധിക്കും? ഫലം വന്നു കഴിഞ്ഞില്ലേ? ഭാഗ്യത്തിൽ എന്തുണ്ടായിരുന്നോ അത് നേടിയെടുത്തു. ബാബ എല്ലാ കുട്ടികളെയും ജാഗ്രതപ്പെടുത്തുകയാണ്. ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാകില്ല. കർമാതീത അവസ്ഥ ഉണ്ടായാൽ പിന്നീട് ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോഴും ഏതെങ്കിലുമെല്ലാം വികർമ്മം അവശേഷിക്കുന്നുണ്ട്. കണക്കുകളുണ്ട്. അതുകൊണ്ടാണ് പൂർണമായ യോഗമില്ലാത്തത്. ഞാൻ കർമാതീത അവസ്ഥയിലാണെന്ന് പറയാൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല. സമീപത്തേക്ക് വരുന്നതിലൂടെ പിന്നീട് വളരെയധികം ലക്ഷണങ്ങൾ കാണപ്പെടും. മുഴുവൻ ആധാരവും നിങ്ങളുടെ അവസ്ഥയും അതുപോലെ വിനാശവുമാണ്. നിങ്ങളുടെ പഠിത്തം പൂർത്തിയാകാറാകുമ്പോൾ പിന്നീട് യുദ്ധം തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും.
ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മായയ്ക്ക് വശപ്പെട്ട് ഒരു ആസുരീയ പെരുമാറ്റവും നടത്തരുത്. തന്റെ പെരുമാറ്റത്തിന്റെ രജിസ്റ്റർ വെക്കണം. പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു കർമ്മവും ചെയ്യരുത്. 2. വളരെ വളരെ സ്നേഹത്തോടും നമ്രതയോടും കൂടി സേവനം ചെയ്യണം. മധുരമാകണം. വായിൽ നിന്ന് ആസുരീയ വാക്കുകൾ വരരുത്. കൂട്ടുകെട്ട് വളരെ വളരെ സൂക്ഷിക്കണം. ശ്രീമതത്തിലൂടെ നടന്നുകൊണ്ടേയിരിക്കണം. വരദാനം: സംഘടിത രൂപത്തിൽ ഏകരസസ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ വിജയത്തിന്റെ പെരുമ്പറ മുഴക്കുന്ന എവർ റെഡിയായി ഭവിക്കട്ടെ. എപ്പോഴാണോ എല്ലാവരുടെയും എല്ലാ സങ്കല്പങ്ങളും ഒന്നു ചേർന്ന് ഒരൊറ്റ സങ്കല്പമായി മാറുന്നത്, അപ്പോൾ വിശ്വത്തിൽ വിജയത്തിന്റെ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങും. സംഘടിത രൂപത്തിൽ എല്ലാവരും ഒരു സെക്കൻഡിൽ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് എവർ റെഡി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകമതം, ഏകരസസ്ഥിതി, ഒരൊറ്റ സങ്കല്പം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നതിന്റെ ഉദാഹരണവും കാണിച്ചു തന്നിട്ടുണ്ട്. വിരൽ കൊണ്ട് കലിയുഗമാകുന്ന പർവ്വതത്തെ ഉയർത്താനാകുന്നതുപോലെ സംഘടിത രൂപത്തിൽ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നതിന്റെ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വിശ്വത്തിൽ ശക്തിസേനയുടെ പേര് പ്രസിദ്ധമാകാൻ തുടങ്ങും. സ്ലോഗൻ: ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിൽ ക്ഷീണിക്കുന്നതും അലസതയുടെ അടയാളമാണ്. അവ്യക്ത സൂചന: സ്വയത്തിന് വേണ്ടിയും സർവർക്ക് വേണ്ടിയും മനസ്സുകൊണ്ട് യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. താങ്കൾക്ക് തന്റെ ആത്മീയ ദൃഷ്ടിയിലൂടെ സ്വന്തം സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. തന്ത്രമന്ത്രങ്ങൾ ചെയ്യുന്നവർക്ക് അല്പകാല പ്രാപ്തികൾ ഉണ്ടാകുന്നു. എന്നാൽ ഓർമ്മയുടെ വിധിയിലൂടെ സങ്കല്പങ്ങളെയും കർമ്മങ്ങളെയും യാഥാർത്ഥ്യമാക്കുന്നത് അവിനാശി സിദ്ധിയാണ്. അവർ തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ താങ്കൾ ഓർമ്മയുടെ വിധിയിലൂടെ സങ്കല്പങ്ങളെയും കർമ്മങ്ങളെയും യാഥാർത്ഥ്യമാക്കുന്ന സിദ്ധി പ്രാപ്തമാക്കുന്നു. ഓം ശാന്തി.